യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അയ്യോ ദൈവമേ, എല്ലാം തൊലഞ്ഞ് നശിച്ചോളിവിടെ. ഭയങ്കര ദാഹം, കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു. മൈഥിലി കുളിക്കുക. ആരടി വീഡിയോ ഷൂട്ട് ചെയ്ത്? അത് ആരെങ്കിലും ആവട്ടെ, ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്തോന്ന്? എത്രയും പെട്ടെന്ന് ആ സുനീഷ് കുമാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. നിനക്ക് പട്ടായം? നീ എന്തോടി പറയുന്നത്? എടി, നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴിയെന്ന് അവനെ കൊടുക്കുക എന്നുള്ളതാ. അവൻ പുറത്തിറങ്ങിയ മൊത്തം കുളമാവും. അവൻ അകത്ത് കിടന്നാലും കുളമാവും. ഇത് ഷൂട്ട് ചെയ്തവൻ ഇത് പുറത്തിറക്കുമെന്ന ഭീഷണി. അതേതവനാന്നാ ചോദിച്ചത്. അത് പറയാനുള്ള സമയമല്ല ഇത്. എത്രയും വേഗം അവനെ പോയി പുറത്തിറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോ ലോകം മുഴുവൻ കാണും. സിന്ധു, ഒന്നും കാണാതെ ഞാൻ പറയില്ലെന്ന് അറിയാലോ. വേഗം പോവാൻ നോക്ക്. താലികെട്ട്. എന്തായാലും ആതിരെ വിളിച്ച കൃത്യസമയത്താ. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ ഡൽഹിക്ക് പോകാനിരുന്നതാ. അവിടെ നാളെ കഴിഞ്ഞ് പാർലമെന്റ് ആക്രമണ കേസിലെ ട്രയലാ. കല്യാണം വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് പോന്നു. താങ്ക് യു സർ. സാറല്ല, അങ്കിൾ, ജഗന്നാഥൻ അങ്കിൾ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കല്യാണിക്കൊപ്പം വീട്ടിൽ വരുന്ന സമയത്ത് മോളെന്നെ അങ്ങനെയല്ലേ വിളിച്ചിരുന്നത്. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? കേട്ടോ സുനീഷ് കുമാറെ, എന്റെ മകളുടെ ഫ്രണ്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആതിരയായിരുന്നു. എന്റെ സ്വപ്നങ്ങൾക്കൊപ്പം ഇവൾ ഉയരുകയും ചെയ്തു. ഇവളുടെ വിവാഹം കഴിഞ്ഞെന്ന് കേട്ടപ്പോ സത്യം പറയാലോ, എനിക്കങ്ങ് സങ്കടമായിപ്പോയി. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ആ സങ്കടം സന്തോഷത്തിന് വഴിമാറി. ഏതായാലും ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ എത്ര കഷ്ടപ്പെടുന്നത്. എനിവേ, ആതിരാദേവി IASന്റെ അസെൻഷൻ സെറമണിക്ക് അതിഥിയായി ഈ ജഗന്നാഥൻ അങ്കിൾ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു അങ്കിൾ. ശരി, കാണാം. മാമോനെ, വാ മക്കളെ, നടക്ക്. അതിന് മോളെ. ആരാ? എന്തു വേണം? മോളെ, ഞാൻ വന്നത് സുനീഷിനെ പുറത്തിറക്കാനാ. ഓ, വലിയ ഉപകാരം. ഞാൻ പറഞ്ഞത് സത്യമാ മോളെ. എന്തു പറ്റി പെട്ടെന്നൊരു മനമാറ്റം? അല്ല, അങ്ങനെ കള്ളം പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. എന്റെ സുനീഷ് ചേട്ടനെ അവരെ കൊന്നു ഉറപ്പാക്കാൻ നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെ പറഞ്ഞു വിട്ടല്ലേ? അയ്യോ, അല്ല മോളെ, സത്യമായും അല്ല. ഞാൻ ശരിക്കും സുനീഷിനെ ഇറക്കാൻ വന്ന. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്കതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ലെന്ന്? ഇനി നിങ്ങളെ അകത്താക്കാനും
എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ചെന്ന് നിങ്ങളുടെ വലിയേട്ടനോട് പറഞ്ഞേക്ക് ആദ്യ അംഗം ആരംഭിച്ചു കഴിഞ്ഞു. മാ സുനീഷേട്ടാ. പൊന്നു മോനെ അജയ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ചെറുക്കൻ അനുഭവിച്ച നരകയാതനയ്ക്ക് ഞാൻ നിന്നെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും. എന്റെ കാൽക്കൽ വീണ് നീ ജീവന് വേണ്ടി യാചിക്കുന്നത് ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും. കമലാക്ഷിയാടാ പറയുന്നത്. ഝാൻസി റാണി കമലാക്ഷി, ഓർത്തു വെച്ചോ. സിന്ധു, സിന്ധു, സിന്ധു. എന്താ ചേച്ചി? എന്തിനാന്നറിഞ്ഞാലേ നീ വരത്തുള്ളോ? എന്താ ചേച്ചി? ഇത് നീ വെച്ചോ. അധികം ഉടുത്ത സാരികളൊന്നുമല്ല. അയ്യോ ചേച്ചി, ഇത് എൻ്റെ ഒരു പ്രായശ്ചിത്താണെന്ന് കൂട്ടിയാൽ മതി. വെറുതെ തന്നെ കളിയാക്കിയതിന്. അതിന് ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. മറ്റേ ചേച്ചിയല്ലേ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ലെങ്കിലും കേട്ടോണ്ട് നിന്നില്ലേ. അതിനുള്ള പ്രായശ്ചിത്വം വാങ്ങിച്ചോ. നീ പൊയ്ക്കോ. തോൽപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സ്വയം തോറ്റുപോവരുത്. തോറ്റുപോയ ഞാൻ സഹിച്ചു. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമുണ്ട്. കാരണം എന്റെ മനസ്സിൽ നീ ഇപ്പോഴും ഉണ്ട്. ഉണ്ടാവണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ലല്ലോ. ആരും വാശി പിടിച്ചില്ലെങ്കിലും അതെന്റെ കടമയാ. എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ആ കടമ എനിക്ക് വേണ്ട. എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കോ? ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേന്ന്. മൈഥിലി, അജേട്ടൻ 1000 തവണ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയാണെന്ന്. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ബോധ്യപ്പെട്ടു നിങ്ങൾ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ നടക്കുകയാണെന്ന്. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചൂടെ? ഇനി എന്നെ കൊണ്ട് ഇത് ആവർത്തിപ്പിക്കരുത്. കഴിയുമെങ്കിൽ എന്റെ കൺമുന്നിൽ വരരുത്. കാവേരി, എടീ കാവേരി, ഓ ഒന്നിങ്ങി വന്നേ. ദാ വരുന്നു. കുറച്ച് മധുരപലഹാര കൊണ്ടകത്തോണ്ട്. എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. അവിടെ ആ പട്ടരുടെ കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോ നിന്നെ കുറിച്ച് ഓർത്തു. നിനക്ക് മധുരം ഇഷ്ടമാണല്ലോ. നീ കരയായിരുന്നു.
ഏയ് എന്തോടി എന്താ ഉണ്ടായേ? അവളുമായിട്ട് ഇന്നും പ്രശ്നം ഉണ്ടായോ?